2 കോടിയുടെ ലോൺ വെറും 5% പലിശ 10 വർഷത്തെ ഡ്യൂറേഷനുള്ളിൽ അടച്ചു തീർത്താൽ മതി. നിങ്ങൾക്ക് ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ എന്തിനാണ് സമയം കളയുന്നത്? ഇപ്പോൾ തന്നെ ലോണിന് അപേക്ഷിച്ച് ലോൺ എടുത്ത് നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കൂ. അയ്യോ, എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അറിയില്ലല്ലേ? ടെൻഷൻ ഒന്നും അടിക്കണ്ട, ഞാൻ പറഞ്ഞു തരാം. വായോ. അനന്ത സാധ്യതകളുടെ ഒരു നാടാണ് കേരളം. നമ്മുടെ കേരളത്തിൽ നിരവധി പേർ സ്വന്തമായി ബിസിനസ് ചെയ്ത് സക്സസ്ഫുൾ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരുടെ സ്വപ്നവും പാതി വഴിയിൽ ഇല്ലാതാകുന്നു. അതിനുള്ള പ്രധാന കാരണമാണ് ബിസിനസ് ആരംഭിക്കാനുള്ള ഫണ്ട് കയ്യിലില്ല. എന്നാൽ നിങ്ങളുടെ സ്വപ്നം ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നിങ്ങൾക്ക് ലോണുകൾ നൽകി നിങ്ങളുടെ ബിസിനസ് സത്യമാകാൻ നിങ്ങളെ സഹായിക്കുകയാണ്. ആ ലോണിന് എങ്ങനെ അപേക്ഷിക്കാം, അതിനുള്ള ക്രൈറ്റീരിയ എന്താണ്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആണ് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ സ്വന്തമായി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനും സാധിക്കും. വരൂ, നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. വെറും 5% പലിശയിൽ 2 കോടി രൂപ, അതും 10 വർഷത്തെ കാലാവധിയിൽ അടച്ചു തീർത്താൽ മതിയാവും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വായ്പ നിങ്ങൾക്ക് നൽകുന്ന കമ്പനിയുടെ പേര് KFC എന്നാണ്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കേരള സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ്. ഈ വായ്പയ്ക്കായി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങളെന്നും നമുക്കിനി നോക്കാം. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് ധനകാര്യ വായ്പകൾ ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടുത്തെ മീഡിയ, അതായത് നമ്മളുടെ മാധ്യമങ്ങളൊന്നും തന്നെ ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇത്തരം പ്രവൃത്തിയിലൂടെ നിരവധി സ്വന്തമായി ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും തന്നെ ശരിയായ രീതിയിൽ ഫണ്ട് ലഭിക്കാതെ ആ ഒരു ബിസിനസ് എന്ന സ്വപ്നം തന്നെ തകർന്നു പോവുകയാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ ബിസിനസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ഫണ്ട് എങ്ങനെ ലഭിക്കണമെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്നവർക്ക് അതിനുള്ള വഴിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. 5% പലിശയിൽ 2 കോടി രൂപ വരെ 10 വർഷത്തെ ഡ്യൂറേഷനിൽ അടയ്ക്കാൻ പറ്റുന്ന പദ്ധതിയാണിത്. അത് കേരള സർക്കാരിന്റെ കീഴിൽ വരുന്ന KFC, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന കമ്പനിയിൽ നിന്നാണ് നമുക്ക് ഇനി ലഭിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. നമ്മൾ ആദ്യം തന്നെ KFC ലോൺ എന്ന് ടൈപ്പ് ചെയ്യുക. ആ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ആ ഒരു വെബ്സൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ വെബ്സൈറ്റ് അഡ്രസ് ആണ് www.kfc.org. ഇവിടെ നമുക്ക് ലോൺ സ്കീംസ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ KFC എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിന് താഴെയായി തന്നെ MSME ലോൺസ് അപ് ടു 2 crores at 5% ഇൻട്രസ്റ്റ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇനി ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്നതാണ്. നമ്മൾ ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു KFC, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ആ ഒരു ഹോം പേജ് നമുക്ക് കാണാൻ സാധിക്കും. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് 5% പലിശയിൽ 1 കോടി രൂപയാണ് നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് 5% പലിശയിൽ 2 കോടി രൂപ വരെ നേടാൻ സാധിക്കും. സ്വന്തമായി ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് സർക്കാർ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി 2 കോടി രൂപ വരെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു എമൗണ്ടിന്റെ പലിശ വരുന്നത് 10%ആണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് 5% പലിശ എന്നാണ്. അത് യാഥാർത്ഥ്യമാണ്. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ 10%ത്തിൽ 3% പലിശ കേരള സർക്കാർ സബ്സിഡി തരുന്നുണ്ട്. അതുമാത്രമല്ല 2% KFC, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനും സബ്സിഡി ആയി നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് 5% പലിശയിൽ നമുക്ക് ഈ ഒരു വായ്പ നേടാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ഒരു ഹോം പേജ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് CMEDP. ഈ ഒരു പദ്ധതിയിലൂടെയാണ് നമുക്ക് 2 കോടി രൂപയ്ക്ക് മുകളിൽ 5% ഇൻട്രസ്റ്റിൽ നമുക്ക് ലോൺ ലഭിക്കുന്നത്. നമ്മൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്കീമിന്റെ വിശദാംശങ്ങൾ എന്താണെന്ന് അറിയാൻ സാധിക്കും. നമുക്ക് എന്തായാലും അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം, എന്താണ് അതിന്റെ വിശദാംശങ്ങൾ എന്ന് നോക്കാം. നമ്മൾ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് CMEDP KFC to offer loan up to 2 crore at 5% ഇൻട്രസ്റ്റ്. അതായത് ഈ ഒരു പദ്ധതിയിലൂടെ നമുക്ക് 2 കോടി രൂപ വരെ 5% പലിശയിൽ നേടാൻ സാധിക്കും. ഈ ഒരു ലോണിന്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് 10 വർഷമാണ്. ഈ ഒരു വായ്പ നൽകുന്നത് ചെറുകിട ഇടത്തര വ്യവസായ സംരംഭങ്ങൾ ആവിഷ്കരിക്കാനാണ്. ഈ ഒരു വായ്പ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, നിങ്ങൾ ഈ ഒരു വായ്പ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MSME രജിസ്ട്രേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ലോണിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഇത്തരത്തിലൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ലോണിന് അപേക്ഷിക്കണമെങ്കിൽ ഇതിനൊരു പ്രായ പരിധിയുണ്ട്. നിങ്ങൾ 50 വയസ്സിന് മുകളിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോണിന് അപേക്ഷിക്കാൻ സാധിക്കില്ല. 50 വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത്. SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും, നിങ്ങളൊരു പ്രവാസിയാണെങ്കിലും നിങ്ങൾക്ക് 55 വയസ്സ് വരെ നിങ്ങൾക്ക് ഈ ഒരു ലോണിന് അപേക്ഷിക്കാവുന്നതാണ്. ബാക്കിയുള്ള നോർമൽ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് 50 വയസ്സ് വരെ കാലഘട്ടത്തിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ലോണിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരു SC/ST വിഭാഗത്തിൽപ്പെട്ട ആളോ അല്ലെങ്കിൽ ഒരു വനിതയോ അതുമല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രവാസിയോ ആണെങ്കിൽ നിങ്ങൾക്ക് 55 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ലോണിന് അപേക്ഷിച്ച് നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭത്തിന്റെ 90% വരെയാണ് വായ്പ നൽകുന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി
90% നമുക്ക് വായ്പ ലഭിക്കുന്നത്. ബാക്കി 10% നമ്മൾ സ്വന്തമായി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ 1 കോടി രൂപയ്ക്കാണ് ലോണിന് അപേക്ഷിക്കുന്നതെങ്കിൽ അതിന്റെ 90% നിങ്ങൾക്ക് ലഭിക്കും. ബാക്കി നിങ്ങൾ സ്വന്തമായി കണ്ടെത്തണം. അത്രയും, അതായത് 90% വരെ നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് ലഭിച്ച് നമുക്ക് നമ്മുടെ ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യത്തെ 5 വർഷത്തിൽ മാത്രമാണ് ഈ ഒരു പലിശ സബ്സിഡി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, സ്വന്തമായി സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വായ്പകൾ ലഭിക്കുന്നുണ്ട്. അവർക്ക് 1 കോടി രൂപ വരെയാണ് വായ്പ ലഭിക്കുന്നത്. അതിന് പലിശ ഈടാക്കുന്നത് 5.6%. പുതുതായി ബിസിനസ് ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബിസിനസ് ഉണ്ടെങ്കിലും ആ ബിസിനസ് കൂടുതൽ വിപുലമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ലോണിന് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ലോണിന് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ലോണിന് ആപ്റ്റ് ആണെങ്കിൽ നിങ്ങളിൽ നിന്ന് കുറച്ച് പേരെ ഈ ഒരു ലോണിനായി തിരഞ്ഞെടുക്കും. അതായത് ഈ ഒരു തുക ലഭിക്കുന്നതിനായി തിരഞ്ഞെടുക്കും. അങ്ങനെ തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു പ്രത്യേക പരിശീലനവും അവർ നൽകുന്നുണ്ട്. ഇത്തരത്തിൽ പരിശീലനം ലഭിച്ച ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു വായ്പ ലഭിക്കുന്നത്. അപ്പോൾ ഈ പരിശീലനം എന്നത് വളരെ നിർബന്ധമായ ഒരു കാര്യം, ഒരു നിർബന്ധമായ മാനദണ്ഡമായി പറഞ്ഞിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് വെബ്സൈറ്റിൽ മറ്റൊരു ഭാഗം കൂടി കാണാൻ സാധിക്കും, CMEDP സെക്കൻഡ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് MSME ലോൺ അപ് ടു 2 crore at 5% ഇൻട്രസ്റ്റ്. അത് മാത്രമല്ല, ലോൺ വിൽ ബി അപ് ടു 90% ഓഫ് ദി പ്രോജക്ട് കോസ്റ്റ്. അതായത് നമ്മൾ എത്ര രൂപയ്ക്കാണോ നമ്മുടെ ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായി നമ്മൾ എത്ര രൂപയാണോ ആവശ്യപ്പെട്ടത് ആ ഒരു തുകയുടെ 90% നമുക്ക് ലഭിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഈ ഒരു പേജിൽ തന്നെ കാണാൻ പറ്റുന്ന മറ്റൊരു ഭാഗമാണ് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ, അതുപോലെ തന്നെ ഡോക്യുമെന്റ് റിക്വയർഡ്, അതുപോലെ തന്നെ അപ്ലൈ ഓൺലൈൻ. ഇനി എങ്ങനെയാണ് ഈ ലോണിന് ആവശ്യമായ ആപ്ലിക്കേഷൻ നൽകേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, ഓൺലൈനായി എങ്ങനെയാണ് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്, അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വായ്പയ്ക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ഓഫീസ് ട്രിവാൻഡ്രത്തെ വെള്ളയമ്പലത്തുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയി അവിടെ പോയി നിങ്ങൾക്ക് ഈ ലോണിന്റെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയി പോയി ചോദിക്കാവുന്നതാണ്. നിങ്ങളിപ്പോൾ ദൂരെ താമസിക്കുന്ന, അതായത് ട്രിവാൻഡ്രത്തല്ല, നിങ്ങൾ മറ്റേതെങ്കിലും സ്ഥലത്ത് താമസിക്കുന്ന, കേരളത്തിലെ മറ്റേതെങ്കിലും സ്ഥലത്ത് താമസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായും അപ്ലൈ ചെയ്യാം. അതുമല്ലെങ്കിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ സൈറ്റിൽ തന്നെ അവരുടെ നമ്പർ നൽകിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം. മെയിൽ ഐഡിയും ഉണ്ട്. അതിൽ നിങ്ങൾക്ക് മെയിൽ അയച്ചും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഈ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓൺലൈൻ എൻക്വയറി സബ്മിഷൻ, ഡോക്യുമെന്റ് സബ്മിഷൻ, ബ്രാഞ്ച് വെരിഫിക്കേഷൻ, ഓൺലൈൻ ഇന്റർവ്യൂ, രജിസ്ട്രേഷൻ, സാങ്ഷൻ ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ്. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഈ ഒരു ലോണിനായി നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഡോക്യുമെന്റ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഡോക്യുമെന്റ്സ് റിക്വയർഡ്. അവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പ്രൊപ്പറേറ്റർ ആൻഡ് യൂണിക് കോർപ്പറേറ്റഡ് അസോസിയേഷൻ, പാർട്ട്ണർഷിപ്പ് ഫേം, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഇത്രയും കാര്യങ്ങൾക്കാണ് ഇവര് വായ്പ നൽകുന്നത്. ഇനി നമുക്ക് ഈ ഒരു സംരംഭത്തിന് മുഖ്യമന്ത്രിയുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, അതായത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന ഈ ഒരു കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ഈ ലോൺ വാങ്ങാനുള്ള യോഗ്യമായ യൂണിറ്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിലൂടെ നമുക്ക് MSME യൂണിറ്റുകൾ ആരംഭിക്കാൻ കഴിയും, സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാൻ കഴിയും. അതുപോലെ തന്നെ നോർക്ക വഴി പ്രവാസികൾക്കും ഇത്തരത്തിൽ ലോൺ ആപ്ലിക്കേഷൻസ് നൽകാവുന്നതാണ്. കുടുംബശ്രീ പദ്ധതികൾ, കാർഷിക അധിഷ്ഠിത പദ്ധതികൾ, അതുപോലെ തന്നെ ഇലക്ട്രിക് കാറുകൾ വാങ്ങുന്നതിനായി ഇത്തരത്തിലുള്ള പല ആവശ്യങ്ങൾക്കും നമുക്ക് ഈ ഒരു ലോൺ ഉപയോഗിക്കാവുന്നതാണ്. അത് മാത്രമല്ല, ഈ ഒരു വായ്പ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റാത്ത ബിസിനസ്സുകളും ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബാർ ഹോട്ടലുകൾ തുടങ്ങാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഗതാഗതം, ക്രഷർ, വ്യാപാരം എന്നിവയെ നമുക്ക് ഈ ഒരു പദ്ധതിയിലൂടെ ആരംഭിക്കാൻ സാധിക്കില്ല. കോൺട്രാക്ട്, സിനിമ, സീരിയൽ എന്നിവ ആരംഭിക്കുന്നതിനായി നമുക്ക് ഈ ഒരു ലോൺ അപേക്ഷിക്കാൻ സാധിക്കില്ല. ഇനി നമുക്ക് ഈ ഒരു പദ്ധതി അപേക്ഷിക്കുന്ന ആളുടെ യോഗ്യത എന്തൊക്കെയായിരിക്കണമെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി പ്രായത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. 50 വയസ്സ് വരെയുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ SC ST വിഭാഗത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ വനിതയോ അതുമല്ലെങ്കിൽ നിങ്ങൾ ഒരു NRI സിറ്റിസനോ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 55 വയസ്സ് വരെ പ്രായപരിധിയിൽ നിങ്ങൾക്ക് ഈ ഒരു ലോൺ അപേക്ഷിക്കാൻ സാധിക്കും. ഇനി മറ്റെന്തൊക്കെ മാനദണ്ഡങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. കുറഞ്ഞത് 40% ക്രെഡിറ്റ് റേറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിലവിൽ നിങ്ങൾ എന്തെങ്കിലും വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ശരിയായ രീതിയിൽ നിർവഹിച്ചിട്ടുണ്ടാകണം. ഇനി നമുക്ക് ഈ ഒരു വായ്പ ലഭിക്കുന്നതിനായി രജിസ്റ്റർ ചെയ്യേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് മാത്രമല്ല, നിങ്ങൾ ഈ ഒരു ലോണിനായി അപേക്ഷിക്കുമ്പോൾ ആ ഒരു രേഖ, അപേക്ഷാ ഫോം കറക്റ്റായി ഫിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രൊമോട്ടറുടെ ബയോഡേറ്റ വളരെ നിർബന്ധമാണ്. അത് മാത്രമല്ല, നിങ്ങൾ ഏത് ബിസിനസ് ആണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ബിസിനസിന്റെ പ്രൊജക്ട് റിപ്പോർട്ട് വളരെ നിർബന്ധമാണ്. 100 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ ഒരു സത്യവാങ്മൂലം എഴുതേണ്ടതും നിർബന്ധമാണ്. ആധാറിന്റെ കോപ്പി, പാൻ കാർഡിന്റെ കോപ്പി, ഉദ്യോഗ ആധാറിന്റെ പകർപ്പ്, IT റിട്ടേൺ ഉള്ള ആളുകളാണെങ്കിൽ IT റിട്ടേൺ, യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുള്ള ബിസിനസ് ആണ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വസ്തുക്കളുടെ, ആ ഒരു പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നൽകുക. ഒരു കെട്ടിടത്തിലാണ് നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കെട്ടിടത്തിന്റെ എസ്റ്റിമേറ്റ്, അതുപോലെ തന്നെ ആ കെട്ടിട നിർമ്മാണത്തിന് തദ്ദേശീയ സ്ഥാപനം നൽകിയ ലൈസൻസ്. അതുമാത്രമല്ല, മലിനീകരണ ബോർഡിൽ നിന്നുള്ള NOC സർട്ടിഫിക്കറ്റ് വളരെ നിർബന്ധമാണ്. അതുകൂടാതെ KCBയുടെ സാങ്ഷനും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ ഏത് ബിസിനസ് ആണോ ചെയ്യാൻ പോകുന്നത് ആ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ പകർപ്പും നൽകേണ്ടതുണ്ട്.
ഈ ഒരു ലോൺ അപേക്ഷിക്കുന്നതിനായി നിങ്ങൾ ചെയ്യേണ്ടത് kfc.org എന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒരു സൈറ്റിലൂടെയാണ്. അവിടെ നമുക്ക് അപ്ലൈ ഓൺലൈൻ എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇതുപോലെ ഒരു പേജ് ആണ് തെളിഞ്ഞു വരുന്നത്. അവിടെ നമുക്ക് KFC എംപ്ലോയി ലോഗിൻ എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. മറ്റേ സൈഡിൽ നമുക്ക് കസ്റ്റമർ രജിസ്ട്രേഷൻ എന്നൊരു ഭാഗവും കാണാൻ സാധിക്കും. അവിടെ നമ്മൾ കസ്റ്റമർ രജിസ്ട്രേഷൻ എന്നൊരു ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ മറ്റൊരു പുതിയ പേജ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ഒരു ബേസിക് രജിസ്ട്രേഷൻ ഫോം നമുക്ക് കാണാൻ സാധിക്കും. നെയിം, ഇമെയിൽ ID, മൊബൈൽ നമ്പർ എന്നിവ കൊടുത്ത് നമുക്ക് ആ ഒരു പേജ് നമുക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കും. അതിന്റെ വലതു ഭാഗത്തായിട്ട് നമുക്ക് വെൽക്കം ഡിയർ കസ്റ്റമർ എന്നൊരു പേജും കാണാൻ സാധിക്കും. അവിടെ ഡീറ്റെയിൽ ആയിട്ട് ചീഫ് പ്രൊമോട്ടർ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ യൂണിറ്റ് ഡീറ്റെയിൽസ്, യൂണിറ്റ് ആൻഡ് പ്രൊമോട്ടർ പാൻ ഡീറ്റെയിൽസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഡോക്യുമെന്റ്സ് റിക്വയർഡ് എന്നൊരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പാൻ കാർഡ് കോപ്പി, ആധാർ പ്രൂഫ്, ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ പാസ്പോർട്ടോ അല്ലെങ്കിൽ വോട്ടർ IDയോ അതിന്റെ എന്തിന്റെ പകർപ്പ് വേണമെങ്കിൽ നമുക്ക് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രോജക്ട് സിനോപ്സിസ് എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ 2 പേജ് ഡിസ്ക്രിപ്ഷൻ എബൌട്ട് ദ പ്രോജക്ട് പ്ലാൻ. നിങ്ങൾ എന്ത് പ്രോജക്റ്റ് ആണോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് ആ ഒരു പ്രോജക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ, ഒരു 2 പേജിൽ അടങ്ങുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ അവിടെ നൽകേണ്ടതുണ്ട്. അത് മാത്രമല്ല ഓഡിറ്റഡ് ഫിനാൻഷ്യൽസ് ഇഫ് അവൈലബിൾ, ബാലൻസ് ഷീറ്റ്, P&L സ്റ്റേറ്റ്മെന്റ്സ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് വലതു ഭാഗത്ത് കാണാൻ സാധിക്കും. നമുക്കിനി ഇടത് സൈഡ് രജിസ്ട്രേഷൻ ഫോം കാണാൻ സാധിക്കും. അവിടെ നമ്മളുടെ പേര്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ക്യാപ്ച അത് നൽകുക. അവിടെ സെൻഡ് OTP കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP വരും. ആ ഒരു OTP നൽകി നമുക്ക് ഈ ഒരു ഫോം ഓപ്പൺ ആക്കി നമുക്ക് ഓൺലൈനായിട്ട് ഈ ഒരു ലോൺ ലഭിക്കുന്നതിനുള്ള ആപ്ലിക്കേഷൻ നമുക്ക് നൽകാൻ സാധിക്കും. ഈ വായ്പയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ ഒരു പേജിൽ തന്നെ നമുക്ക് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ നമ്പർ നമുക്ക് കാണാൻ സാധിക്കും. ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല എല്ലാ ജില്ലകളിലും ഈ ഒരു KFCക്ക് ബ്രാഞ്ചുകളുണ്ട്. നിങ്ങൾക്ക് അവിടെയും പോയി ഡയറക്റ്റ് ആയി ചെയ്യാവുന്നതാണ്. ട്രിവാൻഡ്രത്ത് ഹെഡ്ക്വാർട്ടേഴ്സിൽ എല്ലാവർക്കും വരാൻ പറ്റണമെന്നില്ല. ആ ഒരു ബ്രാഞ്ചുകളിൽ പോയി നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് ഇത് ലഭിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ സ്വന്തമായി ബിസിനസ് ആരംഭിക്കാനുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒട്ടും സമയം കളയേണ്ട. ഈ ഒരു ക്രൈറ്റീരിയയ്ക്ക്, ഈ ഒരു മാനദണ്ഡത്തിന് നിങ്ങൾ യോഗ്യരാണെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് ആ ഒരു പണം ഉപയോഗിച്ച് നിങ്ങളുടെ സ്വപ്നം സത്യമാക്കുക, നിങ്ങളുടെ സ്വപ്ന ബിസിനസ് ആരംഭിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബിസിനസ് റിലേറ്റഡ് എന്ത് സംശയമുണ്ടെങ്കിലും, ബിസിനസിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ബോസ്വാല ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംശയങ്ങളും അതിലെ എക്സ്പേർട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ബിസിനസ് ആരംഭിക്കാൻ സാധിക്കും. അതുമാത്രമല്ല ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇനി ഏത് തരത്തിലുള്ള വീഡിയോസ് ആണ്, ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. നമുക്ക് ആ തരത്തിലുള്ള വീഡിയോസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടിരുന്നു. എങ്ങനെയാണ് ബിസിനസ് ഐഡിയാസ് പറയുന്നുണ്ട്, എങ്ങനെയാണ് ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള പണം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള നിരവധി കമന്റ്സ് കണ്ടു. അതിന്റെ ഭാഗമായാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ബിസിനസ് ചെയ്യാനുള്ള ഫണ്ട് ഉണ്ടാക്കാമെന്നുള്ള ഐഡിയ ലഭിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബോസ്വാല, ബി ദ ബോസ്.